നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. 2024 ചോര പുതുവർഷത്തിലേക്കും പടരുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് പ്രത്യാക്രമണം ഇസ്രായേലിലെ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടാൻ മാത്രം ശക്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ഇടതടവില്ലാതെ മനുഷ്യക്കുരുതി നടത്തി ഗാസയെ പാഴ്ഭൂമിയാക്കി മാറ്റുക എന്ന ബെഞ്ചമിൻ നെതന്യാഹു എടുത്ത പ്രതിജ്ഞ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. തങ്ങൾക്ക് ഭീഷണിയായി വന്നവരെയെല്ലാം ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കി കഴിഞ്ഞു. ലബനനിലേക്കും യമനിലേക്കും സിറിയയിലേക്കും അക്രമം വ്യാപിപ്പിച്ചും അമേരിക്കൻ പിന്തുണയോടെ ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളെയും ആക്രമണ ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുവന്നും ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കൊന്നും നിലയ്ക്ക് നിർത്താനാകാത്ത രാഷ്ട്രമായി ഇസ്രായേൽ മാറുന്നതാണ് 2024 അവസാന മാസങ്ങളിൽ കണ്ടത്. 2025 കടക്കുമ്പോൾ അതിനൊട്ടും കുറവ് വരുന്നില്ല. ഈ ദിനത്തിൽ തന്നെ കടുത്ത തീരുമാനത്തിലേക്ക് ഇസ്രായേൽ കടക്കുകയാണ്. ഇസ്രായേലിനെതിരെ നിരന്തരം മിസൈലുകൾ അയച്ച് ഭീഷണിപ്പെടുത്തുന്ന ഹൂത്തികൾക്കെതിരെ കടുത്ത നീക്കത്തിനൊരുങ്ങി ഇസ്രായേൽ. ഗാസയിലും ലബനനിലും സിറിയയിലും നടത്തിയതിന് സമാനമായ പൂർണ്ണ സൈനിക നീക്കം യമനിലും ഇസ്രായേൽ നടത്തിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിനായി UN-ൽ അവർ വാദമുയർത്തിയിട്ടുണ്ട്. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂത്തികളെ ഇല്ലാതാക്കാമെന്ന നിലപാടിലാണ് ഇസ്രായേൽ. ഹൂത്തികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇസ്രായേൽ ഉയർത്തിയിട്ടുണ്ട്. ട്രംപ് അധികാരമേൽക്കാനിരിക്കെ മേഖലയിൽ കടുത്ത സൈനിക നീക്കങ്ങൾക്ക് US പിന്തുണയും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ യമനിലും സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നത്. ഹമാസിന്റെ ഹിസ്ബുള്ളയുടെയും സിറിയയിൽ ബഷാറുൽ അസദിന്റെ വിധി ഹൂത്തികൾക്കും വരുമെന്നാണ് ഭീഷണി. ഇസ്രായേലിന് നേരെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണം ഇറാന്റെ പദ്ധതികളുടെ ഭാഗമാണെന്നും $120 കോടി വാർഷിക ബജറ്റുള്ള സംഘടന സൂയസ് കനാൽ വഴി ചരക്ക് കടത്ത് മുടക്കുകയാണെന്നും UN-ലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനൻ പറഞ്ഞു. എന്നാൽ ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച് രക്ഷാസമിതി അംഗങ്ങൾ യമനിലെ സിവിലിയന്മാർക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെയും അപലപിച്ചു. വൈദ്യുതി നിലയങ്ങൾ, സന വിമാനത്താവളത്തിലെ വ്യോമഗതാഗത കൺട്രോൾ ടവർ, തുറമുഖങ്ങൾ എന്നിവ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ബെൻ ഗൂറിയൻ വിമാനത്താവളം, കിഴക്കൻ ജെറുസലേമിലെ വൈദ്യുതി നിലയം എന്നിവയ്ക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തി. രണ്ടാഴ്ചക്കിടെ 7ാം തവണയാണ് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത്. ഇതേ കാലയളവിൽ അവർ ഡ്രോണുകളും അയച്ചിരുന്നു. ഇസ്രായേലിന്റെ വ്യോമാതിർത്തിയിൽ മിസൈൽ കടന്ന സമയത്ത് തന്നെ അപകട സൈറണുകൾ മുഴങ്ങിയിരുന്നു. തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത്. ജെറുസലേമിന് സമീപമുള്ള ബെയ്ത്ത് ഷമേഷ് നഗരത്തിലാണ് മിസൈലിന്റെ തകർന്ന ഭാഗങ്ങൾ പതിച്ചത്. അതേസമയം മിസൈൽ തകർത്ത ശബ്ദം കേട്ട് സുരക്ഷിത ബങ്കറുകളിലേക്ക് ഓടുന്നതിന്റെ തിക്കിലും തിരക്കിലും പെട്ട് പലർക്കും നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബെൻ ഗൂരിയോൺ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ കുറേ സമയം നിർത്തിവെച്ചിരുന്നു. മിസൈൽ ആക്രമണം നടക്കുന്ന സമയത്ത് ടെലാവീവ് നഗരത്തിൽ ഇസ്രായേലിലെ പ്രമുഖ കവിയും ഗായകനുമായ മോഷെ പെരറ്റ്സിന്റെ സംഗീതമേള നടക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് സംഗീത പരിപാടിക്കായി ഒത്തുകൂടിയിരുന്നത്. സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് കാണികളിൽ പലരും ചെറുതായി പരിഭ്രാന്തരായി എങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നീട് ഹൂത്തി നേതാക്കൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇനിയും ഇത്തരം ആക്രമണങ്ങൾ തുടരുമെന്നും അവർ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഗാസയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നും ഹൂത്തി സുപ്രീം റവല്യൂഷണറി കമ്മിറ്റി തലവൻ മുഹമ്മദ് അലി അൽ ഹൂത്തി സമൂഹമാധ്യമമായ X-ൽ കുറിച്ചു. തെക്കൻ ഹുദൈദയിലെ ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം ആക്രമിച്ചതായി ഹൂത്തി നേതാക്കൾ ആരോപിച്ചിരുന്നു. ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തികൾ ആക്രമണം തുടങ്ങിയിരുന്നു. ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളാണ് ഇവർ ആദ്യം ആക്രമിച്ചിരുന്നത്. ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയും ഹമാസ് ഭീകരർ ഒത്തുതീർപ്പിനായി ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് ഹൂത്തികൾ വീണ്ടും ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയക്കാൻ തുടങ്ങിയത്. ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ വ്യോമസേന നിരവധി തവണ ഹൂത്തികളുടെ താവളമായ യമനിലെ സനയിൽ പല പ്രാവശ്യം ശക്തമായ തോതിൽ ബോംബാക്രമണം നടത്തിയത്. സനയിൽ അന്താരാഷ്ട്ര വിമാനത്താവളവും ഹുദൈദ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നിരുന്നു. ഹുദൈദ തുറമുഖത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടെ നങ്കൂരമിട്ടിരുന്ന പല കപ്പലുകൾക്ക് പുറപ്പെടാൻ കഴിയാത്ത അവസ്ഥയുമാണ്. ഏതായാലും ഇതിനെല്ലാം തന്നെ നല്ല തക്കതായ മറുപടി തന്നെയായിരിക്കും ഇസ്രായേൽ ഇനി ഹൂത്തികൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും
യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല. അത് അവസാനിക്കട്ടെ എത്രയും വേഗമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. എന്നാൽ ഇത്തരത്തിൽ ഭീകരത മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലിനടക്കം ആയുധങ്ങൾ താഴെ വെക്കാനായിട്ട് ഇനിയും ഒരുപാട് സമയമെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.